In this session, I will discuss about maximum power transfer theorem for DC network. So, this theorem explains about the quantity of power which is transferred to the load. So, first we will go to the definition of maximum power transfer theorem. First we will deal with the DC sources and then we will deal with the AC sources. Okay. First is the statement is the maximum power transfer theorem states that maximum power is delivered from a source to the load when the load resistance is equal to the source resistance. So, this theorem states that maximum power from the source is delivered to the load when the load resistance is equal to the source resistance. So, when load resistance is equal to the source resistance, then maximum power from the source is transferred to the load. So, suppose this is a circuit diagram. This is a simple circuit that containing a voltage source Vs, series resistance Rs and another resistance RL. So, this RL represents the load resistance and Rs is the source resistance. So, the proof of the maximum power transfer theorem can be explained like this. See, here the current in the circuit I is given by I will be equal to Vs divided by Rs plus RL. You can see that this is a series circuit. In this circuit, current will be equal to, by Ohm's law, total voltage divided by total resistance. That will be equal to Vs divided by Rs plus RL. And we can find out the power delivered to the load RL. Here the load is RL. See, any component which is consuming power from the source will be said to be load. See, load എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കോമ്പണൻ്റ് ആയി കഴിഞ്ഞാലും അത് സോഴ്സിൽ നിന്ന് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പണൻറ്റിനെയാണ് എന്താണ് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ RS എന്ന് പറയുന്നത് സോഴ്സ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സ്റ്റഡി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ RL ആണ്. അത് എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിൽ നിന്ന് പവർ കൺസ്യൂം ചെയ്യുന്ന എന്ത് സാധനത്തിന് വേണമെങ്കിലും നമുക്ക് ലോഡ് എന്ന് പറയാം. സപ്പോസ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ഇലക്ട്രിക് പവർ വരുന്നുണ്ട്, നമ്മൾ കേബിളിൽ ലൈനിലൂടെ തന്നെ ഇലക്ട്രിക് പവർ വരുന്നുണ്ട്, അത് ഒരു പോയിന്റിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേരിയസ് സ്വിച്ച് ബോർഡിലും അങ്ങനെയൊക്കെ ആ കറണ്ട് എത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ, സപ്പോസ് ഫ്രിഡ്ജ് ഓൺ ചെയ്യുകയാണെന്നിരിക്കാം, അപ്പോൾ ഫ്രിഡ്ജാണ് അവിടെ ലോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെയിനായിട്ട് വരുന്നത്, അതായത് എക്സ്റ്റേണലി പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് സോഴ്സ് എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. എ സി കറണ്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു പവർ ഉണ്ടാവും. ആ പവറിൽ നിന്ന് നമ്മളിപ്പോൾ വീട്ടിലേക്ക് ആ പവർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് എക്യുപ്മെൻ്റ് ആണോ ആ പവർ കൺസ്യൂം ചെയ്യുന്നത് അതൊക്കെ ലോഡാണ്. സപ്പോസ് നമ്മൾ വീട്ടിലൊരു മിക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊരു ലോഡാണ്, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ലോഡാണ്, അങ്ങനെ ഒരു ബൾബ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, എന്ത് ഫാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, ലോഡാണ്. അപ്പോൾ നമ്മുടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ പറയുമ്പോഴാണ് ലോഡ്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ ഒരു സിമ്പിൾ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ RSും RLും വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് RL എന്ന് പറയുന്നതാണ് ലോഡെന്ന് വിചാരിക്കുക. നമ്മുടെ പവർ കൺസ്യൂം ചെയ്യുന്ന സാധനം RL ആണ്. അതുകൊണ്ടാണ് ഇതിന് ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നത്. ഓക്കെ, സോ പവർ ഡെലിവേർഡ് ടു ദി ലോഡ് RL ഈസ് P equal to I² into RL. That will be equal to, we can substitute for I. So that will be equal to Vs square divided by Rs plus RL whole square. See, I will be equal to Vs by Rs plus RL. So I square will be this term, and this is the equation for power. You can see that in the mathematics you might have studied about the condition for maximum value of a quantity. That means maximum value will be obtained when its first derivative will be equal to 0. That is the condition. So for the power also, for the maximum power to be transferred to the load, when the condition is that dP by dRL will be equal to 0. That is equal to dP by dRL will be equal to, you should take the first derivative of this equation. So this first derivative will be equal to 0. That is the condition for maximum power transfer. So you can take the first derivative. You know that the derivative of A by B is equal to B into derivative of A minus A into derivative of B divided by B square. That is the form. അതായത് A by B എന്നുള്ള ഫോമിൽ ഏത് ഒരു ഫോമിൽ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ
എന്താണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതാണ് ഫോമുല. അപ്പോൾ ആ ഫോമുല വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഡെറിവേഷൻ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ എൽ ആണ് എടുക്കുന്നത്, ഡി പി ബൈ ഡി ആർ എല്ലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിന് ഈക്വൽ ടു 0. അപ്പോൾ ആ ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, നിങ്ങൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്രയും സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം എന്താണ് കിട്ടുന്നത്, അതായത് ആദ്യം വേണം ഞാൻ പറയാം, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ആർ എൽ പ്ലസ് ആർ എസ് ആണ്, ഹോൾ സ്ക്വയർ ആണ്, അത് എടുക്കും. പിന്നെ അത് ഇൻറ്റു ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വി എസ് സ്ക്വയർ ഇൻറ്റു ആർ എൽ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ആർ എൽ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആണ്. വി എസ് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ്. നെക്സ്റ്റ് ന്യൂമറേറ്റർ എന്താണ് ആർ എൽ ആണ് വരിക, ആർ എൽ കൊടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ എന്താ പറയുക 2 ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് ഈ ടേം കിട്ടുക. അപ്പോൾ അതിലിങ്ങനെ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ അവസാനം എന്ത് കിട്ടും, ആർ എസ് വിൽ ബി ഈക്വൽ ടു ആർ എൽ. ദാറ്റ് മീൻസ് for the maximum power transfer, the load resistance RL will be equal to source resistance RS, and the corresponding power can be find out by power. We know that power is equal to the equation Vs square divided by Rs plus RL into RL. We can substitute for the values of RL as Rs, so we will get a maximum power P max equal to Vs square by 4RL. So the equation of our interest is the load resistance for the maximum power transfer is RS, that means load resistance value RL will be equal to RS for the maximum power transfer to occur, and also the corresponding the maximum power Pmax will be equal to Vs square divided by 4RL. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ആണ് പറയുന്നത്. ഒരു സോഴ്സിൽ നിന്ന് മാക്സിമം പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോഴ്സ് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ലോഡ് റെസിസ്റ്റൻസ് സോഴ്സ് റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കുമ്പോൾ സോഴ്സിൽ നിന്ന് മാക്സിമം പവർ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതായത് അതിൻ്റെ കണ്ടീഷനാണ് ആർ എസ് ഈക്വൽ ടു ആർ എൽ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം പവറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL ആണ്. So this is the maximum power transfer theorem. So the maximum power will be transferred to the load when the load resistance is equal to the source resistance. Similarly, ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം തന്നെ നമുക്ക് വേറൊരു മെത്തേഡിൽ സ്റ്റേറ്റ് ചെയ്യാം. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ ദി ലീനിയർ നെറ്റ്വർക്ക് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ലോഡ് റെസിസ്റ്റൻസ് ഇഫ് ദി ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി തെവനിൻസ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് അക്രോസ് വിച്ച് ദി ലോഡ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ്. അതായത് ഇത്ര നേരം പറഞ്ഞത് ആർ എസ് ഈക്വൽ ടു ആർ എൽ ആകുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ്. ഇപ്പം ഇതിന് മുന്നേ പറഞ്ഞ സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് അല്ലേ, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്. ഇനി സപ്പോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണെന്ന് വിചാരിക്കും. ഇതുപോലെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെയുള്ള ലൂപ്പൊക്കെയുള്ള സർക്യൂട്ടാണെങ്കിൽ ഈ ഒരു കേസിൽ ലോഡ് റെസിസ്റ്റൻസ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിനെ ഈ ഒരു ഫോമിലേക്കാക്കി മാറ്റണം. ഈ ഒരു ഫോമിലേക്കാക്കി മാറ്റുക. അതായത് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു സീരീസ് റെസിസ്റ്റൻസും ഉള്ള ഫോമിലേക്കാക്കി മാറ്റുക. ലോഡ് റെസിസ്റ്റൻസ് അതേപടി കണക്ട് ചെയ്യണം. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RL ആണ്. ബാക്കിയുള്ള പോർഷൻ ഓഫ് സർക്യൂട്ടിനെ എന്താക്കി മാറ്റണം, ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസും ആക്കി മാറ്റണം. അപ്പോൾ ഇതിന് മുമ്പേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്യൂട്ടിനെ വോൾട്ടേജ് സോഴ്സ് സീരീസ് റെസിസ്റ്റൻസും ആക്കി മാറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്, തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് വെച്ചിട്ടല്ലേ അല്ലേ. ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു സീരീസ് റെസിസ്റ്റൻസും ആണ് ഉണ്ടാവുക, പിന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ ഈ സർക്യൂട്ടിനെ നിങ്ങൾക്ക് അങ്ങനെയാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കണ്ടീഷനായ RL ഈക്വൽ ടു RS കിട്ടും. അപ്പോൾ തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കലാണ് ഇങ്ങനെയുള്ള സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദി തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് വിൽ ബി containing VTH and RTH, so and RL will be connected to that RTH. So here the maximum power will be transferred when RL will be equal to RTH. So ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് നിങ്ങൾക്ക് തന്നിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സർക്യൂട്ടിൻ്റെ തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ RTH ഉണ്ടാവും. ആ RTHൻ്റെ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക, RLന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സർക്യൂട്ടിനെ ഈ ഒരു ഫോമിലേക്കാക്കി എടുക്കുക. അതിനുശേഷം RTHൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ആ RTHൻ്റെ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക, RLന് ഉണ്ടായിരിക്കുക. എപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് RLൻ്റെ വാല്യൂ എന്തായിരിക്കും, RTH ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദി കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഈസ് RTH equal to RL and the maximum power is transferred to the load. Then Pmax will be equal to, we know that power will be equal to current, voltage into current, that will be equal to current square into RL. So we can substitute the value for IS VTH divided by RTH plus RL whole square into RL. So cancelling the common terms, we will get the maximum power is equal to VTH square divided by 4RL. See, തെവനിൻസ് ഇക്വാലൻ്റ് സർക്യൂട്ട് കണ്ടിട്ടാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നതെങ്കിൽ RTHൻ്റെ വാല്യൂ എന്തായിരിക്കും? RLന് ഈക്വൽ ആയിരിക്കും. മാക്സിമം പവർ ട്രാൻസ്ഫർ Pmaxൻ്റെ വാല്യൂ എന്തായിരിക്കും? Pmax വിൽ ബി ഈക്വൽ ടു VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക, VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL. അതുപോലെ തന്നെ സിമ്പിളായ ഒരു സർക്യൂട്ടാണ് തരുന്നതെങ്കിൽ കണ്ടീഷൻ എന്താണ്? RS ഈക്വൽ ടു RL, മാക്സിമം പവർ വിൽ ബി ഈക്വൽ ടു VS സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RL. ഈ രണ്ട് കേസ് ഓർത്ത് വെക്കുക. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും. So let us do a problem. Find the value of the resistance which receives maximum power. Also find the maximum power received. See, circuit diagram തന്നിട്ടുണ്ട്. അതിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? മാക്സിമം പവർ റിസീവ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് R എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ Rൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. Rൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ എന്തും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? മാക്സിമം പവർ റിസീവ്ഡ് എത്രയാണെന്നും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? മാക്സിമം പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ പ്രോബ്ലം. അപ്പോൾ അതിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? R എന്ന് പറയുന്നത് RTHന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ RTH നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തെവനിൻസ് ഇക്വലൻ്റ് സർക്യൂട്ടാക്കി ഈ സർക്യൂട്ടിനെ മാറ്റണം. അതിൽ RTH കണ്ടുപിടിക്കണം. ആ RTHൻ്റെ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക? Rന് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ പവർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VTHും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? RTH ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടു ഫൈൻഡ് R വിച്ച് റിസീവ്സ് മാക്സിമം പവർ, then the value of R will be equal to RTH. And to find the RTH, what we have to do is first we should remove the resistance R. So R will be removed. So instead of R there will be RTH value. And in order to find the RTH value, we have to replace the source voltage by short circuit. If there is any current source, then we have to replace it by open circuit. So the source voltage is replaced with the short circuit. So short circuit comes here. So the rest of the part of the circuit will be like this. And next we have to find out the value of RTH. You can see that here the resistance are connected like this, and here 1 ohm and 2 ohm are in parallel. And this combination will give a single resistance. So that resistance will be in series with this 5 ohm resistance. So that two resistance will give a single value, and that single value will be in parallel with 1 ohm. See, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? RTH ആണ് കണ്ടുപിടിക്കേണ്ടത്. RTH കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുക? പൊതുവെയുള്ള സ്റ്റെപ്പ് എന്താണ്? തെവനിൻസ് ഇക്വലൻ്റ് സർക്യൂട്ട് കണ്ടുപിടിക്കും. RTH കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് റെസിസ്റ്റൻസിനെ Rനെ അങ്ങ് റിമൂവ് ചെയ്യും. സോ അത് ഓപ്പൺ ആക്കി കാണിച്ചു. പിന്നെ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ആക്കണം. ആ ഷോർട്ട് സർക്യൂട്ട് ആക്കി കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരിക. അപ്പോൾ ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? RTH കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ RTH എങ്ങനെയാണ് കിട്ടുക? ഇത് സിമ്പിൾ സർക്യൂട്ട് ആണല്ലേ? 1 ohmഉം 2 ohmഉം പാരലലാണ്. സോ 1 ohm പാരലൽ വിത്ത് 2 ohm ഗിവ്സ് 2/3. അപ്പോൾ ആ 2/3 ഇവിടെ ഒരു റെസിസ്റ്റർ ആയിട്ട് വരും. ആ 2/3 5 ohmന് സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 17/3 എന്ന് വരും. ആ 17/3 എന്ന് പറയുന്നത് 1 ohmന് പാരലലായിരിക്കും. 17/3 ഈസ് പാരലൽ ടു 1 ohm. അതെന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.850 ohm. അപ്പോൾ ഈ RTHൻ്റെ വാല്യൂ എത്രയാണ്? 0.850 ohm ആണ്. നമുക്ക് RTHൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നടക്കുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈ Rൻ്റെ വാല്യൂ എന്താവും? ഈ ലോഡ് റെസിസ്റ്റൻസ് ആയ Rൻ്റെ വാല്യൂ എന്താവും? RTH ആയിരിക്കും. അപ്പോൾ RTHൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു, so we can write RTH will be equal to 0.850 and therefore R will be equal to 0.850. And next we want to find out the maximum power transferred. We know that maximum power transferred, Pmax will be equal to VTH square divided by 4RL. That is the equation that we obtained from the statement. So here we have the value of RL. That means RL is equal to R. That is the value of RTH. And we can substitute for R as 0.850. But we don't have the value of VTH, so we want to find out the value of VTH. So that means the Thevenin's equivalent voltage we want to find out
for finding the Thevenin's equivalent voltage, we have to remove the load resistance R. So the circuit will be looking like this and the source voltage will be there. So in order to find out the VTH, we can see here the VTH is the value that is across 1 ohm resistor and 6 volt battery. So VTH ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തെവനിൻസ് ഇക്വാലന്റ് വോൾട്ടേജ് ആണത്. അപ്പോൾ തെവനിൻസ് ഇക്വാലന്റ് വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യും. അപ്പോൾ 6 റിമൂവ് ചെയ്തിട്ടാണല്ലോ ബാക്കിയുള്ള സർക്യൂട്ടെല്ലാം അതേപോലെ ഉണ്ടാവും. അപ്പോൾ VTH കണ്ടുപിടിക്കാനെന്നാൽ ഈ VTH എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ടെർമിനൽസ് അക്രോസ് ഉള്ള വോൾട്ടേജിൽ ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് എന്തൊക്കെ കമ്പണൻസ് വന്നിട്ടുണ്ട്? 1 ohm ഉണ്ട്, അതുപോലെ ഒരു 6 വോൾട്ടും ഇല്ല അല്ലേ. താഴെ ഒരു 6 വോൾട്ട് ബാറ്ററി ഉണ്ട്, പിന്നെന്താണുള്ളത്? ഒരു 1 ohm ഉണ്ട്. അപ്പോൾ ഈ 1 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈ 6 വോൾട്ട് ബാറ്ററീൻ്റെ വോൾട്ടേജും തമ്മിലുള്ള സമ്മാണ് എന്ത്? VTH എന്ന് വരിക അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്കിപ്പം നോഡൽ അനാലിസിസ് ആണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം, മെഷ് അനാലിസിസ് ആണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം. ഏതാണോ നിങ്ങളെ ലോജിക്കിന് സ്യൂട്ടായിട്ട് തോന്നുന്നത് ആ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഓംസ് ലോ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെഷ് അനാലിസിസ് ആണ്. അപ്പോൾ മെഷ് കറണ്ട് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്, I1 ഉം I2ഉം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 1 ohm എന്നുള്ള റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആയിരിക്കില്ല. അപ്പോൾ I2 ആണ് കറണ്ട്, I2 ഇൻറ്റു 1 ohm ആണ് 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ I2 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള മെഷ് ഇക്വേഷൻ എഴുതാം. മെഷ് അനാലിസിസ് വെച്ചിട്ട് ആ മെഷ് ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെഷ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് മെഷിൽ എന്താണ്? 4 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 4 വോൾട്ട് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? 4 - I1 - 2 × I1 - I2 = 0 എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് 3I1 - 2I2 = 4 എന്ന് കിട്ടും. സെക്കൻഡ് മെഷിലാണ് 2 ohm ഉണ്ട്, 5 ohm ഉണ്ട്, 1 ohm ഉണ്ട്. അവിടെ നമുക്ക് മെഷ് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടും? 2 × I2 - I1 + 5 × I2 + I2 will be equal to 0. അതിനെ റീഅറേഞ്ച് ചെയ്താൽ അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, I1 ഉം I2ഉം. രണ്ട് അൺനോൺസ് ഉണ്ട്, I1 ഉം I2. അപ്പോൾ നമുക്കതിനെ ഒന്നുകിൽ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ഏത് റൂൾ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I2ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0.4 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ I2ൻ്റെ വാല്യൂ കിട്ടിയല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? VTH ആണ് കണ്ടുപിടിക്കേണ്ടത്. VTH എന്ന് പറയുന്നത് 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് സോഴ്സും 6 വോൾട്ടും കൂടി ആഡ് ചെയ്താലുള്ള വാല്യൂ ആണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആഡ് ചെയ്യുകയാണോ സബ്ട്രാക്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് വരാം അല്ലേ. ഇവിടെ I2ൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ടേക്കാണ്. അതായത് 1 ohമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് I2 വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പൊളാരിറ്റി എങ്ങനെ ആയിരിക്കും? മുകളിൽ പോസിറ്റീവ് വരും, താഴെ നെഗറ്റീവ് വരും അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ്. VTH കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വന്ന് പിന്നെ 6 വോൾട്ടിൻ്റെ പോസിറ്റീവിലൂടെ തന്നെ നെഗറ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ VTH എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കണക്ഷനാണ്. അതെന്ന് പറയുന്നത് എഡിഷൻ കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ 1 ohമിന് അക്രോസുള്ള വോൾട്ടേജ് 6 വോൾട്ടിനോട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കറണ്ട് ത്രൂ I2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് 1 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് I2 ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 0.4 × 1 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.4. സോ VTH എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് 1 ohm റെസിസ്റ്റർ പ്ലസ് 6 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ VTH 6.4 എന്ന് കിട്ടും. സോ വൺസ് വി ഗെറ്റ് ദി വാല്യൂ ഓഫ് VTH വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് its value to get Pmax. That means Pmax will be equal to 6.4 whole square divided by 4 × 0.850. That means Pmax equal to 12.05 watt. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വഴി നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം പവർ. ഓക്കെ. So the maximum power transferred to the load resistance R equal to 12.05 and the value of that load resistance R will be equal to RTH. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തെവനിൻസ് ഇക്വാലന്റ് സർക്യൂട്ടാക്കി മാറ്റുക. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RTHും VTHും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിന് മുമ്പേ ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളാണിത് ചെയ്യാൻ. സോ നെക്സ്റ്റ് വി ക്യാൻ ഡു എ ഹോംവർക്ക് പ്രോബ്ലം. That means the question is that in the circuit shown in figure, determine the value of load resistance when the load resistance draws maximum power and also find the value of maximum power. See, circuit containing 50 volt, 25 ohm and there is a load resistance and you are asked to find out the value of the load resistance RL. And here a condition is given that the load resistance draws maximum power. So also you want to find out the maximum power.
അപ്പോൾ ഇതാണ് സർക്യൂട്ട്. 50 വോൾട്ടും 25 ഓമും RLും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് RLൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. RL മാക്സിമം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം പവർ എത്രയാണെന്നും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യാം. അതായത് സിമ്പിളായിട്ടുള്ള സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് പോയിന്റിലായിരിക്കും? RL വിൽ ബി ഈക്വൽ ടു RS ആയിരിക്കും അല്ലേ? അപ്പോൾ RL എന്തായിരിക്കും? 25 ആയിരിക്കും. മാക്സിമം പവർ എത്രയായിരിക്കും? പവർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം, VS² ഡിവൈഡ് ബൈ 4RL അല്ലേ പവർ എന്ന് പറയുന്നത്. സോ VS² ഡിവൈഡ് ബൈ 4RL 4 VS² ഡിവൈഡ് ബൈ 4R 4RL. അപ്പോൾ 4RLന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഇക്വേഷൻ. നിങ്ങൾ ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക.